നമുക്ക് റൈറ്റ് സൈഡ് ഒരു റോഡ് കട്ടിങ് കാണുന്നുണ്ട്. നമുക്ക് കണ്ട് ഇറങ്ങി വെക്കാമല്ലോ, എന്താ അവസ്ഥ എന്ന്. മറ്റൊരു റോഡ് കാണുന്നുണ്ട്. ഇത് കാടിനുള്ളിൽ പോകുന്ന റോഡാണ്. നമുക്ക് അങ്ങനെ പോയി നോക്കാം എന്താ അവസ്ഥ എന്ന്. ജസ്റ്റ് ഒരു നമുക്കൊന്ന് പോയി നോക്കാം. എന്താക്കണേ സംഭവം ഇഷ്ടംപോലെ മറ്റേ കുരങ്ങങ്ങളുണ്ട്. ലങ്കൂർ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. റോഡൊക്കെ വളരെ മോശം കേട്ടോ. അങ്ങനെ ഞാൻ സിറ്റിയിൽ നിന്ന് അങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങാണ്. അപ്പം അത്യാവശ്യം പോകാണ്ട് എന്തായാലും മെല്ലെ പോവുള്ളൂ. ടൈം ഏകദേശം ഉച്ച കഴിഞ്ഞിന്. ആസ്വദിച്ച് പോകാൻ രീതി ഇറങ്ങാണ്. അത്യാവശ്യം ലഗേജ് ഉണ്ട്, ബാഗ് കാര്യങ്ങൾ. സിറ്റി കഴിഞ്ഞാൽ ഫുള്ള് നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ആണ്. നല്ല ഒരു ചുരങ്ങളിലൊക്കെ ഒരു ഏരിയ ആണ്. അങ്ങനെ നമ്മൾ പെട്രോൾ പമ്പ് വന്ന് പെട്രോൾ അടിച്ചിന്. സംഭവം ഫസ്റ്റത്തെ പെട്രോൾ പമ്പ് പോയിട്ട് പെട്രോൾ പറ്റേ കാലി തന്നെ. അപ്പം കുറച്ച് പെട്രോൾ അടിച്ചാണ്ട് നല്ല ഇങ്ങനെ പോകുന്നതിന്. അതിൽ ഓയിലുണ്ട്. ഓയിൽ എല്ലാ പമ്പിലും ഇവിടെ നോർത്ത് ഇന്ത്യയിൽ നമ്മൾ 2 സ്റ്റോക്ക് എടുത്ത് യാത്ര ചെയ്യാൻ വേണ്ടി ആര് വരികയാണെങ്കിലും പെട്രോൾ നമുക്ക് എവിടെയും കിട്ടും. പക്ഷേ ഓയിൽ കിട്ടില്ല. അപ്പോൾ ഓയിൽ മാക്സിമം ഒരു 500 മില്ലി അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ ബോട്ടിൽ നമ്മളെ കൈ നമ്മൾ കെയർ ചെയ്യണം നല്ല കേട്ടോ. ഞാനെന്തായാലും ഇപ്പോൾ അത്യാവശ്യം പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കാൻ ആവശ്യമില്ല. നമ്മളിപ്പോൾ റോങ് സൈഡൊക്കെ കയറി നമ്മൾ പോകും. നിങ്ങളത് നോക്കണ്ട. അവിടെ നമ്മുടെ നാടല്ല. അപ്പം ഇവിടെ ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ ഓടിക്കുക. മാക്സിമം പോലീസുകാർ ഹെൽമെറ്റ് ഇട്ട് പോകുന്ന വളരെ ചുരുക്കം കാണാൻ കിട്ടുള്ളൂ. ഞാൻ കണ്ടോളി. അങ്ങനെ സിറ്റിന്ന് ഏകദേശം പുറത്തേക്ക് എത്തിന്ന്. ഒരു 10-60-70 സ്പീഡിന് മുകൾക്ക് എന്തായാലും പോകില്ല. അത്യാവശ്യം ടൈം എടുക്കും. മെല്ലെ പോകണം എന്നുള്ള രീതിയിൽ ഞാൻ ഇറങ്ങാൻ വേണ്ടി കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ കാര്യം, നോർത്ത് ഇന്ത്യയിൽ എങ്ങോട്ടും 2 സ്റ്റോക്ക് എടുത്ത് ഇറങ്ങുകയാണെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങൾ ഓയിൽ കൈക്കരുത് കേട്ടോ. കൂടുതലില്ലെങ്കിലും നമുക്കൊരു 10-50 കിലോമീറ്ററൊക്കെ ഓടാനുള്ള ഗ്യാപ്പ് നിങ്ങൾ കാണണം. ഓരോ സ്ഥലത്ത് 100 കിലോമീറ്റർ വരെ നമുക്ക് ഓയിൽ കിട്ടാത്ത സ്ഥലങ്ങളുണ്ടാവും കേട്ടോ. പമ്പ് പിന്നെ ഒന്നും കിട്ടിയില്ലെങ്കിൽ പമ്പ് കയറിയിട്ട് നമുക്ക് പമ്പിൽ ഓയിൽ കിട്ടും. കൂട്ടി കിട്ടിയില്ലെങ്കിൽ നോർമലിങ് കിട്ടിയിട്ട് നമുക്ക് എങ്ങനെയെങ്കിലും ഒപ്പിക്കാം. പക്ഷേ കൈ കരുതണം ഏറ്റവും നല്ലത്. അങ്ങനെ നമ്മൾ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റിയിൽ നിന്ന് പുറത്തൊക്കെ ഇറങ്ങണം. അപ്പോൾ വണ്ടി ഓടിക്കാനുള്ളൊരു ഫീൽ കിട്ടുള്ളൂ. ഇത് ബൈക്ക് എടുത്ത് വരികയാണെങ്കിൽ റൈഡ് ചെയ്യുന്ന ആൾക്കാരെ കാര്യം, ഏത് വണ്ടി എടുത്ത് നമ്മൾ വരികയാണെങ്കിൽ നമുക്ക് റൈഡിൻ്റെ ഒരു ഫീൽ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുത്തെ സിറ്റിൻ്റെ ഉള്ളിൽ ഇറങ്ങിയിട്ടൊരു കാര്യമില്ല. നമ്മളെന്തായാലും ഈ യാത്രയിൽ അതിൻ്റെ ഇടയ്ക്ക് എവിടെയെങ്കിലും നമുക്ക് ഇങ്ങനെ റയറായിട്ടുള്ള ഏതെങ്കിലും വണ്ടികൾ കിട്ടുകയാണെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് പർച്ചേസ് ചെയ്യാൻ വേണ്ടി നിൽക്കും. ലേറ്റ് ആയാലും പ്രശ്നമില്ല. നമ്മുടെ ടാർഗറ്റാണ്. ഹണ്ടിങ്ങിന് ഇറങ്ങിയാണ് നമ്മൾ. സംഭവം യാത്രേൻ്റെ കൂട്ടത്തിൽ വണ്ടി കൂടി കിട്ടിയാൽ കുഴപ്പമില്ല എന്നിട്ട് രീതിയിൽ. ഇപ്പം B100 നമുക്ക് നല്ല വണ്ടി കിട്ടി നമ്മൾ പർച്ചേസ് ചെയ്ത് 87 മോഡൽ ജപ്പാൻ ആയതുകൊണ്ട് നമുക്ക് എന്തായാലും ഒന്ന് നോക്കാനില്ല. വണ്ടി വാങ്ങി ഓടിച്ച് പെട്രോൾ അടിച്ച് ചെറിയ കേബിൾ കാര്യങ്ങളൊക്കെ മാറാണ്ട് ഇനിയും മാറി. അങ്ങനെ ഒരു പ്ലഗ് നമ്മൾ സ്പെയറിൽ കൈ കരുതിന്. അത് പ്ലഗും കൂടി എടുത്തിട്ട് നമ്മൾ ഇറങ്ങിന്. ഒരു ഏരിയയിൽ കുറേ വളവും തിരുവും അല്ല ഇങ്ങനത്തെ മലകളുടെ ഏരിയ രാജസ്ഥാനിൽ കുറവാണ്. ഇത് ഈ സൗത്ത് രാജസ്ഥാനാണ് പിന്നെയും കുറച്ചും കൂടി നല്ല അടിപൊളി സ്ഥലങ്ങളുടെ ഏരിയ. ബാക്കി രാജസ്ഥാൻ ഒരു ഏരിയ മൊത്തം മരുഭൂമി സൈഡാണ്. ചില ഏരിയ ഇത്രയും ഭംഗിയുള്ള സ്ഥലങ്ങൾ രാജസ്ഥാനിൽ വളരെ കുറവാണ്. ഈ ഏരിയ ഒക്കെ ആയതുകൊണ്ടാണ് ഞാൻ അപ്പം ഇതിന് ഈ റൈഡ് തന്നെ തീരുമാനിച്ചത്. നമ്മൾ ഒഴിഞ്ഞെടുക്കുന്ന സ്ഥലങ്ങളൊക്കെ കൂടുതൽ രാജസ്ഥാനിൽ. ഇങ്ങനെ വണ്ടി ഓടിച്ച് പോകാൻ ഒരു ഫീൽ ഇട്ടില്ല. ഇത് നല്ല അടിപൊളി സ്ഥലമാണ്. നമുക്ക് ഇവിടുന്ന് ഇപ്പോൾ പോകുമ്പോൾ എന്താ പറയുക, നോർമലി എല്ലാവരും മെയിൻ റോഡിൽ കൂടിയാണല്ലോ പോകുക. നമുക്ക് ഇവിടുന്ന് എവിടുന്നെങ്കിലുമൊക്കെ കാട്ടിൻ്റെ ഉള്ളിലൊക്കെ ഇറങ്ങി നോക്കാം. ഇവിടെ പിന്നെ നമ്മളെ നാട്ടിലത്തെ പോലെ വലിയ സ്ട്രിക്റ്റ് ഉണ്ടാവില്ല. ഫോറസ്റ്റ് ഏരിയ ആണെന്ന് മൊത്തം ഫോറസ്റ്റുകാരെ ഇതിലാണ്. പക്ഷേ ഇവിടെ അങ്ങനത്തെ ഫൈനോ അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നും ഇവിടെ വളരെ കുറവാണ്. 6 ഹോൾ സൈലൻസറാണ്. നല്ല ബീറ്റാണ്. ഓടിച്ച് പോകുമ്പോൾ നല്ല സുഖമുണ്ട്. ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണമെന്നുണ്ട്. എവിടെയെങ്കിലും ഉള്ളിലോട്ട് റോഡ് ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാം. കൂടുതൽ ആരുമില്ല, സിംഗിൾ ആയതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പ്രശ്നങ്ങളൊന്നുമില്ല. സോളോൻ്റെ കുറേ മെച്ചങ്ങളുണ്ട്. എന്ത് വന്നാലും നമ്മൾ ഒറ്റയ്ക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി. വേറൊരാളെ സഹായം ആവശ്യമില്ല ഒന്നിനും. നമുക്ക് റൈറ്റ് സൈഡ് ഒരു റോഡ് കട്ടിങ് കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് ഇറങ്ങി വെക്കാമല്ലോ, എന്താ അവസ്ഥ എന്ന്. ഇങ്ങോട്ടൊരു റോഡ് കാണുന്നുണ്ട്. ഇത് കാടിനുള്ളിൽ പോകുന്ന റോഡാണ്. നമുക്ക് അങ്ങനെ പോയി നോക്കാം എന്താ അവസ്ഥ എന്ന്. ജസ്റ്റ് ഒരു
നമുക്കൊന്ന് പോയി നോക്കാം. എന്താക്കണ് സംഭവം ഇഷ്ടം പോലെ മറ്റേ കുരങ്ങുകളുണ്ട്. ലങ്കൂർ എന്ന് പറഞ്ഞ സാധനം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. റോഡൊക്കെ വളരെ മോശമാണ് കേട്ടോ. ഇമ്പൾസ് എടുത്താൽ വരാൻ പറ്റിയ സ്ഥലമാണ്, RX എടുത്താൽ വരാൻ പറ്റിയ സ്ഥലമല്ല. അവിടെ ഇപ്പം ഏതോ ഗ്രാമം ഉണ്ടാവും തോന്നുന്നു. ഇങ്ങനെയൊക്കെ പണിയെടുത്ത് വെച്ചിന്. ഏരിയ ഏതാണ് എന്താണെന്ന് അറിയില്ല. ജസ്റ്റ് ഒരു കാണാൻ ഒരു ഫീല് കിട്ടുന്ന രീതിയിൽ നമ്മൾ അങ്ങോട്ട് പോവാണ്. റോഡ് കഴിഞ്ഞ് ഇതുവരെ ഉള്ളൂ. ഇവിടെ 1-2 വണ്ടിയുണ്ട്. തുറന്ന ഏരിയ ആണ്. അവിടെ എന്തോ ഒരു ബൗണ്ടറി കെട്ടിയുണ്ട്. ഇവിടെ എന്തൊക്കെ പണി നടക്കുന്നുണ്ട്. ഡാമിൻ്റെ എന്തോ സംഭവം. നല്ല കാരക്ക മരം ഉണ്ട്. കഴുക് ഇവിടെ ഉള്ളോട്ട് റോഡ് പോകുന്നുണ്ട്. നമുക്ക് കുറച്ചൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ ഒന്ന് പോയി നോക്കാം. അവിടെ എന്തോ 1-2 കുട്ടികളുണ്ട്. ഇത് ഫോറസ്റ്റ് ഓഫീസിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു എൻട്രി ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകണ വിടില്ല. പക്ഷെ നമുക്കൊന്ന് പോയി നോക്കാം എന്താ അവസ്ഥ. ഇവിടെ പിന്നെന്താ അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇമ്പൾസ് വേണേ. ഇനി പൊളിച്ചിന് ഇമ്പൾസ് ആണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചാടിച്ചാണ്ട് പോകുന്നത്. RX പിന്നെ എന്തായാലും അത്യാവശ്യം ഓടാണ്ട്. ഇപ്പോൾ കേടാക്കാൻ ഒരു മടി. RX ആകുമ്പോൾ നമുക്ക് റഫ് യൂസ് ചെയ്യാൻ ഒരു മടിയാണ്. സൈഡിൽ കൂടി വെള്ളം പോകുന്നുണ്ട്, ചാല് കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളമൊന്നുമില്ല അതിൽ. ഇത് ഗൂഗിൾ മാപ്പ് ഇല്ലാത്ത യാത്ര കേട്ടോ. ഞാൻ അടുക്ക് പറയുന്നില്ല. അങ്ങനെ ഞാൻ ഇപ്പം എന്താ പോണ ഏരിയ എനിക്ക് പരിചയമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഏരിയ ഒന്നും ഒരു പരിചയമില്ല കേട്ടോ. അത് വെറുതെ അങ്ങനെ പോയി നോക്കുകയാണ്. ഇവിടെ ഇപ്പം എന്തൊക്കെ ഉണ്ട്, ആൾക്കാർ താമസിക്കുന്നുണ്ട് കേട്ടോ. അതാക്കണ ഒരു ചെറിയ ഗ്രാമം ഉണ്ട് കേട്ടോ. നമുക്ക് അവിടെ നിന്ന് അങ്ങോട്ട് കയറുമ്പോൾ തോന്നുന്നുണ്ട് അവിടെ ഗ്രാമം എന്താ ഉണ്ടാവുമെന്ന്. ഇവിടെ കുറച്ച് വീടുകളുണ്ട്. അപ്പം അങ്ങനത്തെ നല്ല കാട് പിടിച്ച ഏരിയ അല്ല ഇവിടെ. ഇത് ആദിവാസി ഏരിയ ആണ്. ഇവിടെ ആദിവാസികൾ ഇഷ്ടംപോലെ പോലെ വീടുകളൊന്ന് കാണിച്ചു തരാം. ജസ്റ്റ് ഒന്ന് സ്കൂൾ കുട്ടികളൊക്കെ ഉണ്ട്. കുറേ സ്കൂൾ കുട്ടികളുണ്ട്. പിന്നെ പോലെ വീടൊക്കെ കാണാം. മണ്ണുകൊണ്ട് തേച്ചുണ്ടാക്കിയ വീടുകളാണ് കേട്ടോ. ഇത് ചെറിയ ഏതൊരു ഗ്രാമത്തിൽ എത്തിയാണ്. നമ്മളെന്തായാലും ഇനിയിപ്പോൾ ഗ്രാമത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കറങ്ങില്ല. ഇവിടെ നമ്മൾ തിരിക്കാൻ വേണ്ടി അതാണ് നല്ലത്. ഇവിടുന്ന് കുട്ടികൾ ഏത് സ്കൂളിൽ പോയി വരാണ്, എങ്ങനെ എത്ര ദൂരം പോയി വരാമെന്ന് നമുക്ക് മനസ്സിലാവില്ല. സോളാറുണ്ട് ഇവിടെ. അതേപോലെ വീടുകൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവുമെന്ന് വിചാരിക്കണം. വീടുകളൊക്കെ ചെറിയ വീടുകളാണ്. മുന്നോട്ട് പോണ്ടെന്ന് വിചാരിക്കുന്നുണ്ട്. പക്ഷെ പോയി പോകണ്ട് എന്തായാലും ഇനി കൂടുതൽ അങ്ങോട്ട് പോകണില്ല. അപ്പോഴത്തെ അങ്ങോട്ട് വീടുകളൊക്കെ കുറച്ച് കാണുന്നുണ്ട്. അവിടുത്തെ എൻ്റർ ചെയ്യുമ്പോൾ നമുക്ക് തോന്നി ഫുള്ള് അതാണ്. ഇത് ഒരു ആദിവാസി ഏരിയ ആണ്. ഇവിടെ ഫുള്ള് ഓല ഏരിയ ആണ്. ഇതൊക്കെ മൊത്തം ഇവിടെ കാണുന്ന പോലൊക്കെ ഓലാണ്. മക്കളൊക്കെ സെറ്റാണ്. സ്കൂളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വീടുകളും അതൊക്കെ ഒരിപ്പം മെച്ചപ്പെട്ടിട്ടില്ല. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒരു മെച്ചാണ്. കുട്ടികളെ ക്യാമറ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഗോപ്രോ കണ്ടിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ തിരിച്ച് ഓഫ് റോഡിൽ നിന്ന് തിരിച്ച് റോഡ് നമുക്ക് പോവാണ്. നല്ല അടിപൊളി ഓഫ് റോഡ്. അതേപോലെ ഈ ഗ്രാമമുള്ളതുകൊണ്ട് റോഡിൻ്റെ പണി നടക്കുകയാണ്. ഇപ്പോഴും നമ്മളിപ്പോൾ 2024 ഇപ്പോഴും റോഡില്ലാത്ത ഏരിയകളുണ്ട്. ഉള്ളിലാണെന്ന് തന്നെ പറയാം. ഉള്ളിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട്. തിരിച്ച് നമുക്ക് റോഡിൽ കയറാം. ഇതൊക്കെ ഓരോ പാട്ടായിട്ട് ഇതൊന്നും ഞാൻ അതുവരെ ഇപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയത്. ഇപ്പോൾ എടുത്താണ് അപ്പോൾ എടുക്കാൻ തുടങ്ങിയത്. ഇതൊന്നും അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇതോരോ പാട്ടായിട്ട് ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. നോക്കട്ടെ എങ്ങനെയാണ്. എഡിറ്റ് ചെയ്യാനൊന്നും നമുക്ക് കഴിവില്ലാത്ത. തിരിച്ച് നമ്മുടെ റോട്ടുമ്പോൾ എത്തിന്. അങ്ങനെ നമ്മളിത് ഇവിടുന്ന് അങ്ങോട്ട് പോകുക തന്നെ. കുറച്ച് നേരം കൂടി അങ്ങോട്ട് പോയിക്കോട്ടെ. ഹൈറ്റിലാള് ഹൈറ്റിൽ ഇപ്പോൾ തിരിച്ച് താഴത്തേക്ക് ഇറങ്ങും. ഇവിടെ ഇപ്പോൾ നമ്മൾ ഒരു ലേക്കൊക്കെ നമ്മൾ പോകുമെന്ന് പറഞ്ഞാണ്. ജയസമൻ ലേക്ക്. ആ ലേക്ക് ഏകദേശം
57 കിലോമീറ്റർ ഉണ്ട്. ഈ 57 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഈ ഉദയപൂർ സിറ്റിക്കുള്ള മൊത്തം വെള്ളം സപ്ലൈ വരുന്നത്. അതേപോലെ ഇതിപ്പോൾ പുതിയ റൂട്ടാണ്. ഇപ്പം ഉദയപൂർ ടു അഹമ്മദാബാദ് റെയിൽവേ ട്രാക്ക് മുമ്പേ ഇതില്ലേനി, ഇപ്പം അടുത്ത് വന്ന പാലാണ്. അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് ആ പാലം. പഴയ പാലം അതിൻ്റെ അപ്പുറത്ത് കാണാം. ഇത് സംഭവം സെറ്റാണ്, നല്ല അടിപൊളി പാലാണ്. ഒരു 4 മണിക്കൂർ മതി ഇവിടുന്ന്. ട്രെയിനാണെങ്കിൽ അഹമ്മദാബാദ്ക്ക് 10-250 കിലോമീറ്റർ ഉണ്ട്, പക്ഷേ 4 മണിക്കൂർ കൊണ്ട് അവിടെ എത്തും. കുറേ ആടുണ്ട് ഇവിടെ, അതേപോലെ കുറേ എരുമകൾ, പശു, അങ്ങനത്തെ സാധനങ്ങൾ. കൂടുതൽ ആൾക്കാർ കൃഷിയും ഈ ആട്, പശു ഇങ്ങനത്തെ വളർത്തുന്നതിൻ്റെ മുകളിലാണ് അവരുടെ ജീവിതം കൂടുതലും കഴിഞ്ഞു പോണത്. എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ഈ പശു, ആട്, അങ്ങനത്തെ സാധനങ്ങൾ, എരുമൊക്കെ കാണാം. എപ്പോഴും റോഡ് മേലെ ഉണ്ടാവും. അത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. നോർത്ത് ഇന്ത്യയിൽ ഞങ്ങൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾ ആര് റൈഡ് ചെയ്യുകയാണെങ്കിലും ഫസ്റ്റത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ലൈൻ്റെ ഈ സൈഡിൽ ഓടിക്കരുത് വണ്ടി. വൈറ്റ് ലൈൻ്റെ ഈ സൈഡ് റോങ് സൈഡ് കൂടിയ, ഇവിടെ റൈറ്റ് സൈഡ് റോങ് സൈഡ് അങ്ങനെയൊന്നുമില്ല. ഓരോ ആൾക്കാർക്ക് ഓരോ ഏരിയ ഓരോ ഇഷ്ടത്തിന് ഓടിക്കണം. അപ്പം മാക്സിമം നമ്മളിപ്പോൾ ഓടിക്കണം ഈ ലൈനിൽ നമ്മൾ വണ്ടി ഓടിക്കണം. അതുകൊണ്ട് റോങ് സൈഡ് ഏതെങ്കിലുമൊക്കെ ആൾക്കാർ ഓടിക്കണ്ടാവും. വളവ് കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നോക്കുമ്പോൾ തെറ്റ് വലുതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മളെ ലൈഫ്, നമ്മളെ ജീവൻ അത്രയും ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ തെറ്റ് ശരി ഒന്നുമില്ല, നമ്മളെ ജീവൻ സേഫായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ മാക്സിമം ഈ ട്രാക്കിലാണ് ഇവിടെ ഞാൻ ഓടിക്കൽ, അല്ലെങ്കിൽ ഞാൻ ഓടിക്കാൻ സജസ്റ്റ് ചെയ്യാം. റോങ് സൈഡും പോവുകയും ചെയ്തു. എന്തുകൊണ്ട് റോങ് സൈഡ് ഇവിടെ ട്രാക്ടറുകാരുണ്ട്, ഏറ്റവും കൂടുതൽ പ്രശ്നം വരും ട്രാക്ടറുകാരാണ്. അപ്പോൾ ട്രാക്ടറുകാർ റോങ് സൈഡ് കൂടിയൊക്കെ പോകും. അതേപോലെ തന്നെ എരുമയും കാളയും അങ്ങനത്തെ സാധനങ്ങൾ ഈ വൈറ്റ് ലൈൻ്റെ ആ സൈഡിലുണ്ടാവും. രണ്ട് റോഡിൻ്റെ സൈഡിൽ എപ്പോഴും എരുമകളും മനുഷ്യന്മാരും ആരും നമുക്ക് പ്രതീക്ഷിക്കുക. അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ രീതിയിൽ ഓടിക്കുക. മിററിൽ ഇടയ്ക്ക് നോക്കുക. ബാക്കിൽ നിന്ന് വരുന്ന ആൾക്കാർ എല്ലാവരും നല്ല രീതിയിലാവില്ല ബോധത്തോടെ, അല്ലെങ്കിൽ നമ്മൾ സേഫായിട്ട് നമ്മളെ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് പോകണം. അതുകൊണ്ട് നല്ല രീതിയിൽ എല്ലാവരും നോർത്ത് ഇന്ത്യ വന്നു കഴിഞ്ഞാൽ റോങ് സൈഡാണ് റൈറ്റ് സൈഡാണ് നമ്മുടെ നാട്ടിൽ ചിന്തിക്കണോ ചിന്തിക്കുക ചെയ്യരുത്. ഇവിടെ ഒരു സ്കൂളോ ഒരു സ്കൂൾ അല്ലല്ലോ, എന്തോ പഞ്ചായത്ത് ഓഫീസ് അങ്ങനെ എന്തോ ആണ്, സ്കൂളോ വരുന്നുണ്ട്. എന്താണ് ഞാൻ ഇപ്പോൾ പറഞ്ഞത്, ഇതിപ്പോൾ ഇതാണ് അവസ്ഥ. അതിവിടെ എപ്പോൾ എല്ലായിടത്തും ഉണ്ടാവണമാണ്. എതിരൊരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്ലോ ആക്കുക. അതുകൊണ്ട് ആ വണ്ടിനെ പേടിച്ചിട്ട് പോലെ റോങ് സൈഡൊക്കെ ഓടി വരിക. അത് പൊതുവേ നമ്മുടെ നാട്ടിൽ നായി അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ നോക്കും, ആ വണ്ടിമേ തട്ടുമെന്ന് വിചാരിക്കുമ്പോഴത്തിന് അത് പെട്ടെന്ന് വണ്ടിക്കാരന് ആ നായി ഓടിച്ച് നേരെ നമ്മൾ മുന്നിൽ കയറും. അപ്പോൾ നമ്മൾ സ്പീഡിലാണ് നമ്മൾ പോകുക. അപ്പം എതിരെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ മൃഗങ്ങളെ കാണുമ്പോൾ പറ്റ സ്ലോ ആക്കുക. പിന്നെ ഈ പശു പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് ചെറിയൊരു മൂവ്മെൻ്റ് ഉണ്ട്, നമ്മൾ ഹോർൺ അടിച്ചാൽ നീങ്ങും. പക്ഷേ എരുമ അങ്ങനെയല്ല, ഒരു അനങ്ങൂല, അതേപോലെ അവിടെ ഉണ്ടാവും. അപ്പം അതൊക്കെ മാക്സിമം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. ഈ കാണുന്ന ഏരിയയൊക്കെ അങ്ങോട്ടൊക്കെ ട്രക്ക് ചെയ്ത് പോകാൻ പറ്റും. നമുക്കിവിടെ അങ്ങനത്തെ ലിമിറ്റേഷൻ ഒന്നുമില്ല, പക്ഷെ പോകാനുള്ള ധൈര്യം വേണം. ഒരു മല, അതിൻ്റെ ബാക്കിലൊരു മല, അതിൻ്റെ ബാക്കിൽ അങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ സ്റ്റെപ്പായിട്ട് കാണുന്നുണ്ട്. സിറ്റി ഏരിയയിൽ നല്ല റിച്ച് ആൾക്കാർ താമസിക്കുക, അങ്ങനെ പൈസ ഉള്ള ആൾക്കാർ എല്ലാവരും സിറ്റി ഏരിയ താമസിക്കുക. പാവപ്പെട്ടവർ മാത്രം ഇവിടെ നാട്ടിൻ പുറത്ത് ജീവിക്കുള്ളൂ. നമ്മളിപ്പോൾ നാട്ടിൽ എവിടെ പോയാലും റിച്ച് ആൾക്കാരുണ്ടാവും. ഇവിടെ അങ്ങനെയല്ല. ഒരു സിറ്റി ഏരിയ ഓരോ 50 കിലോമീറ്റർ 100 ഓരോ സ്ഥലത്ത് ഓരോ രീതിയിലാണ് പോപ്പുലേഷൻ. അതിനനുസരിച്ച് സിറ്റി എല്ലാവരും പൈസക്കാർ നല്ല രീതിയിലുള്ള ആൾക്കാരൊക്കെ സിറ്റി പോയിട്ടാണ് താമസിക്കുക. ഞാൻ പറഞ്ഞ ഏകദേശം ജയസമൻ ലേക്ക് എത്തിന് അതിൻ്റെ ആ ഏരിയ ആണ്. ആ ഏരിയ എത്തിയപ്പോൾ ആ കാട് കഴിഞ്ഞ് കുറച്ചൊരാൾ താമസമുണ്ട്. അവിടെ മുകളിലൊരു മല ഉണ്ട്, അതിൻ്റെ മുകളിൽ നല്ല ഒരു കൊട്ടാരമുണ്ട്. എന്തോ ചെറിയ കൊട്ടാരമാണ്. പണ്ട് രാജാക്കന്മാർ ഓൽക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ നമ്മളിപ്പോൾ പറഞ്ഞത് പൈസക്കാർ റിസോർട്ട് എടുക്കണ പോലെ ആ മലേൻ്റെ ഏറ്റവും ടോപ്പിലാണ് അടുത്തത്. നമുക്ക് ഈ സൈഡിലേക്ക് പോകണ്ട. ഇപ്പം എനിക്ക് നല്ല വിശപ്പുണ്ട്. അപ്പോൾ ഞാൻ വിചാരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ കഴിച്ചിട്ട് വന്നിട്ട് ലേക്കിൻ്റെ ആ സൈഡിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ എവിടെയെങ്കിലും നോക്കട്ടെ, എവിടെയെങ്കിലും ഫുഡ് കിട്ടണേ. ഇവിടെ നല്ല മറ്റേ ഡാം ഫിഷ് കിട്ടും, ഡാമിലെ ലേക്കത്തെ നല്ല ഫിഷ് കിട്ടും, പുഴ മീൻ. അപ്പം അത് ഞാൻ തിരഞ്ഞ് നോക്കിയിട്ട് കഴിച്ചിട്ട് ഞാൻ തിരിച്ച് ലേക്കിൻ്റെ ആ മോൾ ഭാഗത്ത് കയറും. അതിൻ്റെ സൈഡിൽ കൂടി ഒരു റോഡുണ്ട്, നല്ല ചെറിയൊരു വീതി കുറഞ്ഞ നല്ല റോഡാണ്. അപ്പോൾ അവിടെ പോയിട്ട് ഞാൻ വീഡിയോ എടുക്കും. ഇപ്പോൾ എന്തായാലും ഞാൻ പോയിട്ട് എന്തെങ്കിലും കഴിക്കട്ടെ. അപ്പുറത്തൊരു മീൻ കിട്ടുന്ന ഒരു കട എനിക്ക് ഉണ്ട്, അപ്പോൾ ഞാൻ അവിടെ പോയിട്ട് കഴിച്ച് തരാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫുഡ് കഴിച്ച് ഇവിടെ ബാക്കിൽ കാണുന്ന ചെറിയ ഹോട്ടലിൽ നിന്നാണ്. നല്ല അടിപൊളി മീനുണ്ട്. ഇനി കഴിച്ച് കാര്യങ്ങൾ കഴിഞ്ഞ് അവിടെ നമ്മൾ പുറത്തേക്ക് ഉള്ള വണ്ടി അവിടെ ലഗേജ് കാര്യങ്ങളൊക്കെ കെട്ടി സെറ്റാക്കി വെച്ചിന്. ഇവിടുന്ന് അങ്ങോട്ട് ആ ലേക്കിൻ്റെ അടുത്തേക്ക് പോവാണ്. പോയിട്ട് അവിടെ അങ്ങനെ നമ്മളിപ്പോൾ ഇവിടെയാണ് ഇപ്പോൾ ലേക്ക് ഉള്ളത്. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട്
ലേക്കിൻ്റെ ഉള്ളിലേക്ക് ഞാൻ പോകണില്ല. അപ്പോൾ വന്നിട്ട് പോകാം. നമുക്ക് ഫസ്റ്റ് ലേക്കിൻ്റെ സൈഡിൽ കൂടിയുള്ള ആ റോഡിന് പോകാം. ആ റോഡാണ് നമ്മളൊക്കെ മൈൻഡ് സെറ്റിലുള്ള ആൾക്കാർക്ക് താല്പര്യപ്പെടുക. ഏകദേശം 57 കിലോമീറ്റർ ദൂരത്തു നിന്നാണ് ഉദയപൂർ സിറ്റിക്ക് കുടിക്കാനുള്ള പെരുമാറുള്ള വെള്ളം പോകുന്നത്. 57 കിലോമീറ്റർ. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഇവിടുന്ന് കാണിച്ചു തരാം. സംഭവം കണ്ട തീരെ അത്രയും ദൂരമുണ്ട്. ഇതാണ് ആ സംഭവം. അതിൻ്റെ അപ്പുറത്തും മുകളിലൊരു കൊട്ടാരമുണ്ട്. ഇതൊക്കെ ഉണ്ട് കുറേ. നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടിയുള്ളൊരു കാഴ്ച ഒന്ന് കാണാം. അതേപോലെ നമ്മൾ യാത്രയിൽ ഇപ്പോൾ ഞാൻ ഫുഡ് കഴിക്കാൻ പോയിന്. യാത്രയിൽ ശ്രദ്ധിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ പറഞ്ഞുതരാം. യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഓർമ്മ വരുന്നൊക്കെ ഓരോന്ന് പറഞ്ഞുതരാം. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതും കൂടി പറഞ്ഞുതരും. ഇപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ പോകുമ്പോൾ മാക്സിമം നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ വലിയ ഹോട്ടലുകളിൽ നമ്മൾ പോയിട്ട് കാര്യമില്ല. നമ്മളെ മുന്നിൽ നിന്ന് ഉണ്ടാക്കുന്ന ഏരിയ പോയി നോക്കുക, വൃത്തിയുള്ള നോക്കിയിട്ട് അങ്ങനത്തെ ഏരിയ ഒന്ന് കഴിക്കുക. എങ്ങനെ ആയാലും ഇവിടെ നമുക്ക് നമ്മുടെ നാട്ടിലത്തെ വൃത്തിയിൽ സാധനം കിട്ടില്ല ഒരു കാലത്തും. അപ്പോൾ ഞാൻ ഇപ്പോൾ പോയതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ ഹോട്ടലാണ്. അതിൻ്റെ ഉള്ളിൽ ഫുഡ് ഉണ്ടാവും. മീനാണ് സ്പെഷ്യൽ, മീനും ചിക്കനും. പിന്നെ അവിടെ ഡ്രിങ്ക്സും കിട്ടും. ഇവിടെ അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വൃത്തിയിൽ കിട്ടണ ഏരിയ എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് കയറി പോയിന് ഇതാക്കണം. ഇവിടെ മീനും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇങ്ങനത്തെ ഹോട്ടലാകുമ്പോൾ എന്താ പറയുക, ഉള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ആരാ ഉണ്ടാവുക, നേരെ ഓപ്പൺ മുന്നിൽ നിന്ന് വെച്ചുണ്ടാക്കുക. അപ്പോൾ അവിടെ ഫുഡ് വൃത്തി ഉണ്ടാവും, വലിയ വൃത്തികേടുണ്ടാവില്ല. അതേപോലെ പെട്ടെന്ന് കിട്ടും ചെയ്യും. നമ്മൾ വലിയ വലിയ ഹോട്ടലിൽ പോകുമ്പോൾ നമ്മൾ ഈ യാത്ര ചെയ്യുമ്പം നമുക്ക് ടൈം കുറേ ഹോട്ടലിൻ്റെ ഫുഡിൻ്റെ അതിൻ്റെ ബാക്ക് ചിലവാക്കിയിട്ട് കാര്യമില്ല. അപ്പം മാക്സിമം ഫുഡ് കഴിക്കുമ്പോൾ ചെറിയ ഹോട്ടലിൽ വൃത്തിയിൽ നമ്മൾ മുന്നിൽ നിന്ന് ഉണ്ടാക്കണ ഏതെങ്കിലും ഹോട്ടലിൽ പോയിട്ട് കഴിക്കാം, പോരുക. അതേപോലെ ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യത്തിൽ നമുക്കിപ്പോൾ എനിക്കിപ്പോൾ നല്ല വിശപ്പുണ്ട്. ഭക്ഷണം കഴിക്കാതെ കഴിയൂല എന്നുള്ള അവസ്ഥയിലുള്ള വിശപ്പുണ്ട്. രാവിലെ കാര്യമായിട്ടൊന്നും കഴിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു മറ്റേ കടലയും ചെറുപയറും അങ്ങനത്തെ സാധനങ്ങളൊക്കെ കഴിച്ചേ. അപ്പം അത് കഴിച്ചുകൊണ്ട് നല്ല വിശപ്പുണ്ട്. അല്ലെങ്കിൽ ഞാൻ എന്താ ചെയ്യുക, രാവിലെ എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉച്ചയ്ക്ക് ഞാൻ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുക ചെയ്യുക. നീന്ത്രപ്പഴം, അങ്ങനത്തെ നീന്ത്രപ്പഴമല്ല, റോബസ്റ്റ് അങ്ങനത്തെ പഴം, അതേപോലെ ആപ്പിള് അങ്ങനത്തെ ഫ്രൂട്ട്സ് വാങ്ങി കഴിക്കുക ചെയ്യുക. അതാകുമ്പം നമുക്ക് സംഭവം പള്ളം അറിയുകയും ചെയ്യും. വേറൊരു വയറിനോ വേറെ ബുദ്ധിമുട്ടോ ടേസ്റ്റോ ഒന്നും അറിയണ്ട. നല്ല രീതിയിൽ ഇങ്ങനെ കഴിച്ച് പോകാം. അപ്പം നമുക്ക് ഇവിടുന്ന് അതേപോലെ ഇവിടുന്ന് ജ്യൂസ് കുടിക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കണം. നല്ല ആർട്ടിഫിഷ്യൽ ഫ്ലേവർ കൂട്ടി അടിക്കുക ചെയ്യുക. അപ്പോൾ മാക്സിമം ഫ്രൂട്ട്സ് തന്നെ വാങ്ങി കഴിക്കാൻ നോക്കുക. സംഭവം ഈ പാറൊക്കെ നിങ്ങൾ കാണില്ലേ, വേറെ ലെവല് സ്ഥലമാട്ടോ അത്. കയറി ഇറങ്ങി നമ്മൾ പോവുകയാണ്. ഇതിപ്പം എത്ര കാണുന്നുണ്ട് എത്ര കാണില്ല എന്ന് മനസ്സിലാവില്ല. സ്ലോ ആക്കിയിട്ട് കാണിച്ചു തരാം. അപ്പം ചെറിയ വീതി കുറഞ്ഞ റോഡാണ് കേട്ടോ. ഒരു വലിയ വണ്ടി ഇങ്ങോട്ട് വരികയാണെങ്കിൽ കൊടുക്കും. വലിയ വണ്ടിയൊന്നും വരാത്ത സ്ഥലമാണ്. ഏതോ നാട്ടിൻപുറത്തേക്ക് പോണ ചെറിയ ഗ്രാമങ്ങൾക്ക് പോണ റോഡാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമുക്ക് കാഴ്ച കാണാൻ പറ്റും. അതുകൊണ്ട് അങ്ങോട്ട് തിരിച്ച് ആ മുന്നിലാണ് ആ ലേക്കിൻ്റെ ഒരു ഭാഗം. ഇത് മാൻമെയ്ഡായിട്ട് ഉണ്ടാക്കിയ ഭാഗമാണ്. അവിടെ ഇരുമ്പ് ഉരുക്കിയിട്ടിട്ടാണ് പോലെ അവിടെ അതിൻ്റെ ഇതുണ്ടാക്കിയത് ചുമര്. വെള്ളം ഇപ്പം മഴക്കാലം ഇവിടെ തുടങ്ങണുള്ളൂ. ഇപ്പം വെള്ളം കുറച്ച് കമ്മിയാണ്. മഴ പെയ്ത് തുടങ്ങണുള്ളൂ. കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വരികയാണെങ്കിൽ വെള്ളം പിന്നെയും കൂടും. ഇപ്പം തന്നെ കാണാൻ മാത്രമുള്ള വെള്ളമുണ്ട്. പക്ഷേ ഞാൻ നോർമലി പറഞ്ഞാണ്, ഇതിനെക്കാട്ട് വെള്ളം ഉണ്ടാവും. അതിൻ്റെ സൈഡൊക്കെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവുന്നുണ്ട്. ഈ കാടും പുല്ലും പിടിച്ച് അതേപോലെ കല്ലിൻ്റെ മുകളിൽ വെള്ളത്തിൻ്റെ ഒരു അടയാളം ഉണ്ടാവും, അതുണ്ട്. അതേപോലെ ഇവിടെ നമ്മൾ എപ്പോഴും നോർത്ത് ഇന്ത്യയിൽ നമ്മൾ റൈഡ് ചെയ്യുകയാണെങ്കിൽ ഒന്നെങ്കിൽ നമ്മുടെ അടുത്ത് കുറേ ആൾക്കാരുണ്ടാവണം. നമ്മുടെ ഒന്നെങ്കിൽ പവർഫുൾ ആളാവണം. നമുക്ക് എന്താ പറയുക, ആൾക്കാരോട് നമ്മൾ പെരുമാറുമ്പോൾ ശ്രദ്ധിക്കണം, നല്ലോണം ശ്രദ്ധിക്കണം. തെറ്റ് ശരി അതിവിടെ ബാധിക്കുന്ന കാര്യമില്ല. കേരളം വിട്ട് കഴിഞ്ഞാൽ തെറ്റ് ശരിയൊന്നുമില്ല. നമ്മുടെ അടുത്ത് മാൻ പവർ ഉണ്ടെങ്കിൽ നമ്മൾ ശരി, നമ്മുടെ അടുത്ത് പവർ ഇല്ല, നമ്മൾ 1-2 ആളുള്ളൂ, ഒരു 10 ആളുണ്ടെങ്കിൽ ശരി, തെറ്റൊന്നുമില്ല. സോറി പറയാൻ പോരാ. ഞാനത് ഇവിടെ ജീവിച്ചുകൊണ്ട് പറയാം കേട്ടോ. അതൊക്കെ ഇവിടെ നമ്മളിപ്പോൾ ശരി തെറ്റെന്ന് പറഞ്ഞുകൊണ്ട് സംസാരിച്ചെന്ന് ആരും ഉണ്ടാവില്ല. അതേപോലെ ഇവിടെ ഇപ്പോൾ നമ്മളൊരു പ്രശ്നം ഉണ്ടാക്കി പോലീസ് സ്റ്റേഷൻ പോയി വെച്ചു. അപ്പോൾ അവിടെ ഈ പ്രശ്നം ഉണ്ടാക്കിയ ആൾ കുറച്ച് പിടിപാടുള്ള ആളാണ്. പോലീസ് സ്റ്റേഷൻ പോയാൽ അവിടെ നിന്ന് നമുക്ക് അടിയിട്ടും. ഇവിടെ നിന്ന് കഴിച്ചിലായിട്ട് നമ്മളൊരാളെ അടിച്ചിട്ട് നമ്മൾ ഓടി കഴിച്ചില്ല സ്റ്റേഷനിൽ പോയിട്ട് നിൽക്കുകയാണെങ്കിൽ സ്റ്റേഷനിൽ നിന്ന് ഒരു പിടിച്ചടിക്കും. അതാണ് അവസ്ഥ. അപ്പം മാക്സിമം നോർത്ത് ഇന്ത്യക്ക് വരുമ്പം രാജസ്ഥാൻ, ഗുജറാത്ത്, മധ്യപ്രദേശൊക്കെ അത്യാവശ്യം നല്ല സ്ഥലങ്ങളാണ്. അത്യാവശ്യം നല്ല രീതിയിൽ പെരുമാറുന്ന ആൾക്കാരാണ്. എന്നാലും 10%, 15% ആൾക്കാർ മോശമുള്ള ആൾക്കാരുണ്ടാവും. അത് നമ്മുടെ നാട്ടിലുണ്ടാവും, ഇവിടെ ഉണ്ടാവും. ഇവിടെ നമുക്ക് ശരി തെറ്റിൻ്റെ ഒരു
ഒരു കാര്യമില്ല. മാക്സിമം എല്ലാവരും റൈഡ് വരുമ്പോൾ ശ്രദ്ധിക്കുക, എല്ലാവരും ശ്രദ്ധിച്ച് ഓടിക്കുക. അതേപോലെ താഴത്തേക്ക് ഇറങ്ങാനുള്ള സ്പേസ് കാണുന്നുണ്ട്, നമുക്ക് അങ്ങോട്ട് ഇറങ്ങിയല്ലോ. വണ്ടി ഇറക്കാൻ പറ്റിയ സ്ഥലമാണ് കണ്ടിട്ട്. അയ്യോ, നമുക്ക് വേണ്ടിയത് തന്നെയാണ്. അടച്ചോനെ, ബ്രേക്ക് അടിച്ചാ നിൽക്കൂല, പണി പാടുക. ലഗേജ് ഉണ്ട്. അല്ല, ഇമ്പൾസ് തന്നെ വേണം കേട്ടോ. ഇങ്ങോട്ടൊക്കെ വരികയാണെങ്കിൽ ഇമ്പൾസ് തന്നെ പൊളിക്കും. അയ്യോ, ഈ വ്യൂ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിൾ മാപ്പ് നോക്കിയിട്ട് അല്ലെങ്കിൽ ലൊക്കേഷൻ നോക്കി പോയിട്ട് കാര്യമില്ല കേട്ടോ. ഇങ്ങനെ ലോക്കൽ എല്ലായിടത്തും ഇങ്ങനെ കറങ്ങി നടക്കുമ്പോൾ ഇതൊക്കെ കാണാൻ കിട്ടുള്ളൂ. ഇവിടുന്ന് മോൾക്ക് കയറുമോയെന്ന് സംശയം ഉണ്ടെന്നുണ്ട്. നല്ല നമുക്ക് എന്തായാലും ഞാൻ എന്തായാലും വണ്ടി ഇവിടെ സൈഡാക്കാണ്. കല്ലോ കാര്യങ്ങൾ സ്റ്റാൻഡേർഡിൽ വെച്ചില്ലെങ്കിൽ പണി പാടും. അങ്ങനെ നമ്മൾ കറങ്ങാൻ ഇറങ്ങി. സംഭവം വെള്ളം കാണിച്ചു തരാം. നല്ല വൃത്തിയുള്ള വെള്ളമാണ്. മല കാര്യങ്ങളൊക്കെ ഉണ്ട്. വെള്ളം നല്ല അടിപൊളി ക്ലിയർ വെള്ളം കേട്ടോ. അപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ എന്തായാലും ഐഫോൺ കൊണ്ട് ഒരു വീഡിയോ എടുക്കാം. തിരിച്ച് കയറണേ നമുക്ക് എടുക്കാം. ഇനി ഇവിടുന്ന് കയറുമ്പോൾ എന്തായാലും മിക്കവാറും വീഴാനുള്ള സാധ്യത ഉണ്ട്. നല്ല കയറ്റാണ്, പിന്നെ ചെറലാണ്. നൈ സിർഫ് घूमने के हिसाब से. നമ്മളിവിടെ കേക്ക് മുറിച്ചാണ്. താഴത്തുണ്ട് കേക്ക്. കാലെന്തായാലും കേടാണ്. എന്തായാലും ഇപ്പോൾ റൂമൊക്കെ കയറാനില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വണ്ടി മേലെ അവിടെ എത്തുമ്പോൾ ഇതൊക്കെ ക്ലിയർ ആവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ കയറ്റം കയറുമല്ലേന്ന് നോക്കാം നമുക്ക്. മുള്ളും കുപ്പിച്ചില്ലും ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും കേട്ടോ. ഇവിടെ നല്ല ചില്ലുകളുണ്ട്, ബിയറും അങ്ങനത്തെ ബോട്ടിലിൻ്റെ. നല്ല കട്ട ഓഫ് റോഡ് കയറി നമ്മൾ പോവാണ്. അങ്ങനെ കുറച്ചും കൂടി നമുക്കൊന്ന് മുന്നോട്ട് പോയി നോക്കാം, എന്നിട്ട് തിരിക്കാം. അതുകൊണ്ട് ഈ വൈകുന്നേരമായി തുടങ്ങിന്. ഇവിടെ നല്ല രീതിയിൽ ഉള്ളിൽ കയറില്ല. എന്തായാലും നമ്മുടെ വണ്ടി ഇതാക്കണേ. നമ്മളിങ്ങനെ അങ്ങോട്ട് പോവാണ്. ജസ്റ്റ് ആ ഭാഗത്തേക്ക് ഇനിയിപ്പോൾ കയറുന്നില്ല, കുറേ ഡിലേ ആവും. അതാണ് അതിൻ്റെ ഏരിയ. അവിടെ ഇഷ്ടംപോലെ ബോട്ടുകൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതേപോലെ അവിടെ കുറേ മീനുണ്ടാവും. നമ്മൾ ഫുഡ് ഇട്ട് കൊടുത്താൽ ഇഷ്ടംപോലെ മീനിനെ കാണാൻ കഴിയും. അവിടെ നിന്ന് അതേപോലെ സ്റ്റെപ്പ് ഇറങ്ങണം, അതേപോലെ താഴെ വരെ സ്റ്റെപ്പ് ഉണ്ട്. അങ്ങോട്ട് ഒരു ചെറിയ 20 രൂപ ടിക്കറ്റ് കൊടുത്താൽ മതി. മുകളിൽ ഈ കാണുന്ന മലൻ്റെ മുകളിലുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഒന്ന് ഇതാണ്. അതിൻ്റെ മുകളിൽ വണ്ടി പോകുന്ന രീതിയിലൊക്കെ എന്തോ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ താഴത്ത് ഇതാണ് അവസ്ഥ. നമ്മളെ വണ്ടി ഇതാക്കണേ പുലിക്കുട്ടൻ. സംഭവം സെറ്റാണ്, യാത്ര അടിപൊളിയാണ്. ഓവർ 60ൻ്റെ മുകളിൽ അങ്ങനെ കാര്യമായിട്ട് നമ്മൾ പോകണില്ല, നോർമലി സ്പീഡിൽ പോകണുള്ളൂ. ഇതൊക്കെ സത്യത്തിൽ നല്ല ഭയങ്കര സാധനം കേട്ടോ. ഞാനിതിങ്ങനെ പറയുന്നതുകൊണ്ട് കേൾക്കണവർക്ക് എന്തെങ്കിലും തോന്നുന്നത് അറിയില്ല. പക്ഷേ സംഭവം എനിക്കിത് ഭയങ്കര നാട്ടിലിപ്പോൾ കുറേ കാലമായിട്ട് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ബൈക്ക് റൈഡ് വരുന്നത്. അതുകൊണ്ട് 2022 ലാസ്റ്റ് ഞാൻ പോയത്. ആ സമയം കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഞാൻ വരുന്നത്. ഇപ്പോൾ അത്രയും സ്വസ്ഥതയുള്ള റോഡ്, നല്ല പച്ചപ്പ്, നല്ല യൂക്കാലിപ്സിൻ്റെ മരങ്ങൾ, ഒരു റഷും ഇല്ല. സംഭവം ഇങ്ങനെ ഫ്രീ ആയിട്ട് നമ്മൾ 60 സ്പീഡിൽ കാണുന്ന ദൂരം വരെ നല്ല ഗ്രീനറി. നമുക്ക് വേണ്ടിയ സാധനം, നമുക്ക് വേണ്ടി തന്നെ ഇതാണ്. ഇതൊരു സുഖമുള്ള തന്നെ കേട്ടോ. മയിൽ കാണുന്ന മയിൽ പിന്നെ ഇവിടെ മയിലെന്ന് പേരുള്ള മോറെന്ന ഇന്ത്യയിൽ പറയാം. മോറെന്ന് പേരുള്ള ഒരു നാടുണ്ട്. അവിടെ മൊത്തം മയിൽ നിറഞ്ഞു കിടക്കുകയാണ്. അത്രയും മയിലുണ്ട്. എന്തായാലും നമുക്ക് ഇന്നത്തെ വീഡിയോ ഇനിയിപ്പോൾ ഏകദേശം ഇരുടാണ്. ലൈറ്റൊക്കെ എല്ലാവരും ഹെഡ് ലൈറ്റ് ഓണാക്കി വണ്ടി ഓടിക്കാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താം.